ഫിനാൻഷ്യലി ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്ന ഒരു സമൂഹം പ്രവാസികൾ തന്നെയാണ്. പല സൈറ്റുകളുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ ബസാർ പോലുള്ള സൈറ്റുകൾ, അങ്ങനെയുള്ള പല സൈറ്റിൽ നിന്നും കോളുകൾ വരാറുണ്ട്. കോളുകൾ വരുമ്പോൾ പലരും ജോയിൻ ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ആണെന്ന് കരുതി ജോയിൻ ചെയ്യുന്ന പല ഇൻഷുറൻസ് സ്കീമിലാണ്. അപ്പോൾ അവർ പറയും ഇത് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ട്രേഡിംഗ് ആണ്, അല്ലെങ്കിൽ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് പ്രോഫിറ്റ് ആണ് തരുന്നതൊക്കെ പറഞ്ഞിട്ടാണ് പലരെയും ഈ ഇൻഷുറൻസ് സ്കീമുകൾ ചേർക്കുന്നത്. അപ്പോൾ ഇൻഷുറൻസ് സ്കീം ചേർക്കുമ്പോൾ ഒരു പക്ഷേ വിളിക്കുന്ന ആൾക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടാകും, അവരത് സെല്ല് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഇന്നെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പലപ്പോഴും ഇൻഷുറൻസ് സ്കീമുകളിലാണ്, അതിൽ യൂലിപ്പ് പ്ലാൻസ് ആണ്, മാർക്കറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ആണ്. ഇന്ന് പലരും ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, മ്യൂച്വൽ ഫണ്ട് ആണെന്ന് കരുതി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ യൂലിപ്പ് സ്കീമുകളാണ്. മനസ്സിലാക്കേണ്ട കാര്യം, യൂലിപ്പ് എന്ന് പറയുന്നത് മറ്റൊരു പോളിസിയാണ്, അതൊരു ഇൻഷുറൻസ് സ്കീമാണ്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ്ലി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, കമ്പനികളുടെ ഗ്രോത്ത് അനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഗ്രോത്ത് ആവും. അതുകൊണ്ട് യൂലിപ്പ് സ്കീമുകൾ, പ്രത്യേകിച്ച് ഇൻഷുറൻസ് വേണമെന്നുള്ളവർ നിങ്ങൾ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്ന ഇൻഷുറൻസ് എടുക്കുക, അത് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യുക. അതിന് പകരം ഇൻഷുറൻസും സേവിങ്ങും എല്ലാം കൂടെ ഒരു അവൈൽ പരുവത്തിൽ കിട്ടുന്ന പല പല സ്കീമുകളും പോളിസികളും ഒക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ പിന്നാലെ പോയാൽ നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ ഗ്രോത്ത് വളരെ ചെറുതായിരിക്കും എന്നുള്ള മിനിമം കാര്യം എല്ലാ പ്രവാസികളും മനസ്സിലാക്കണം.